എന്താണ് വിശുദ്ധിയാണോ പണമാണോ വലുത്? നമ്മൾ വീശു എന്നൊക്കെ വെച്ചോണ്ടിരിക്കും. നമ്മൾ ആരും പറയത്തില്ല. കാരണം നമ്മുടെ ബുദ്ധിയിൽ നമുക്കുള്ളത് പണമാവല് എന്നാണ്. വിശുദ്ധിയേക്കാൾ വലുതല്ല പണം. ഉദാഹരണം പറയുകയാണ്. വിശുദ്ധി, പണം. പണക്കാരെത്രയോ ആൾക്കാർ മരിച്ചു. പണമുള്ള, പ്രതാപമുള്ള, വലിയ വീടുണ്ടായിരുന്ന, വലിയ കോടികൾ, ലക്ഷങ്ങൾ മുതൽ മുടപ്പുള്ള കാറുകൾ ഓടിച്ചുകൊണ്ടിരുന്ന എത്രയോ വലിയ മുതലാളിമാർ മരിച്ചു. ഏതൊക്കെയോ സിമിത്തേരികളിൽ അടക്കി. പക്ഷെ ആ സിമിത്തേരിയിൽ നമ്മൾ ആരും പോയി കൈകൂപ്പി പിടിച്ച് നിൽക്കാറില്ല. അയാൾ മരിക്കുന്നവരെ വലിയ വിലയാണ്, മരിച്ചു കഴിഞ്ഞാൽ പുല്ലു വിലയാണ്. വലിയ പണക്കാരന്മാര് മരിച്ചിട്ട് ആ പണക്കാരുടെ സിമിത്തേരി വന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ മക്കള് പോലും ഇല്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അൽഫോൻസ എന്നൊരു സിസ്റ്റർ മരിച്ചു. വിശുദ്ധിയുള്ള ഒരാളായിരുന്നു. ഒരു സ്ഥലത്ത് അടക്കി. വർഷം കുറെ കഴിഞ്ഞിട്ടും ആ കല്ലറയുടെ അടുത്ത് പോയി നമ്മൾ കൈകൂപ്പി പിടിച്ചു നിൽക്കും. ആ സിമിത്തേരിയിൽ, ആ കല്ലറയുടെ മുമ്പിൽ പോയി നമ്മൾ മുട്ടുമടക്കും. നമ്മൾ മുഖം തൂക്കുന്ന തുവാല കൊണ്ട് ആ സിമിത്തേരിയുടെ മുകൾ, ആ കല്ലറയുടെ മുകൾ തൂക്കും. കുഞ്ഞുങ്ങളെ നേർച്ച നേരും. കുഞ്ഞുങ്ങളെ ധരിപ്പിക്കുകയാണെങ്കിൽ അൽഫോൻസാമ്മയുടെ കബറിടത്തിൽ കിടത്തുകൊള്ളാമേ. ഏതെങ്കിലും ഒരു പണക്കാരൻ മരിച്ചിട്ട് അയാളുടെ ആ ഒരു കല്ലറയുടെ മുമ്പിൽ കൈകൂപ്പി പിടിച്ചു നിൽക്കുന്ന മക്കളെ പോലും കാണത്തില്ല. പണത്തിന് വിലയില്ല. പണത്തെക്കാൾ വിലയാണ് വിശുദ്ധിക്ക്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, കുടുംബ ബന്ധങ്ങൾ തമ്മിൽ അകലാനുള്ള കാരണം പണമില്ലാത്തത് കൊണ്ടല്ല, എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടല്ല, വീട് ചെറുതായത് കൊണ്ടല്ല കുടുംബ ബന്ധങ്ങൾ അകലുന്നേ. എന്തുകൊണ്ടാ അകലുന്നേ? വിശുദ്ധി ഇല്ലാത്ത ജീവിതങ്ങളിലാണ് ബന്ധങ്ങൾ അകന്നകന്നു പോകുന്നേ. വിശുദ്ധിയില്ലാത്തൊരു ഭർത്താവിനോട് ഭാര്യയ്ക്ക് സ്നേഹവും അടുപ്പവും കൂടുകയില്ല, കുറഞ്ഞു വരും. വിശുദ്ധിയില്ലാത്തൊരു ഭാര്യയുടെ ായിട്ടുള്ള ബന്ധം ഭർത്താവ് മിണ്ടത്തുപോലുമില്ല, മിണ്ടാൻ പോലും സമയം വെക്കത്തില്ല, അകലാൻ തുടങ്ങും. വിശുദ്ധിയില്ലാത്ത കുടുംബങ്ങളിൽ ബന്ധങ്ങൾ തമ്മിൽ അടുക്കത്തില്ല, അകലും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എവിടെയെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, ഇന്ന വീട്ടിൽ ഭയങ്കര പ്രശ്നമാണല്ലോ. നിങ്ങളോട് പറയുക, നിങ്ങളൊന്ന് പറയാ. നിങ്ങൾ ആ വീട്ടിൽ പോയി ആ പ്രശ്നം തീർക്കാൻ പോകുമ്പോൾ മനസ്സിൽ കുറിച്ചിട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ആത്മാവോട് ദൈവം സംസാരിക്കും. ഈ കുടുംബത്തിൽ ഈ ബന്ധങ്ങൾ തകരാനുള്ള കാരണം വിശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറയും. അതാണ് പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധിയിലും മാന്യത എന്ന് പറഞ്ഞെന്താ? നല്ല വൃത്തിയായി സൂക്ഷിക്കണം. പല ബന്ധങ്ങളും തകരാനുള്ള കാരണം ഒരു കാരണം ശരീരത്തിന് വൃത്തിയില്ല. ഭാര്യ പറയും ഭർത്താവിന് ഒരു വൃത്തിയില്ല മനുഷ്യന്. ഭർത്താവ് പറയും ഭാര്യയ്ക്ക് ഒരു വൃത്തിയില്ല, വൃത്തിയായിട്ട് നടക്കത്തില്ല. വൃത്തി ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. വലിക്കുകയും കുടിക്കുകയും ശവയ്ക്കുകയും ചെയ്യുന്ന ആളുകൾ, മുറുക്കുന്ന ആളുകൾ, വിശുദ്ധിയില്ല, വൃത്തിയില്ല, മണമാണ്. മണം, കുടിച്ചേന്റെ മണം, വലിച്ചേന്റെ മണം, ഏതാണ്ടോ ചവച്ചേന്റെ മണം, ഒരു വൃത്തിയില്ല മനുഷ്യന്. അപ്പൊ ബന്ധങ്ങൾ കുറച്ചുകൂടെ ശക്തമാവോ? അല്ല. അപ്പോൾ മുതൽ പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോകുന്നേ ഉള്ളൂ. വിശുദ്ധിയില്ലാത്തൊരു ശരീരം ഉണ്ടെങ്കിൽ, വിശുദ്ധിയില്ലാത്തൊരു മനസ്സുണ്ടെങ്കിൽ, വൃത്തിയില്ലാത്തൊരു ശരീരം ഉണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ അകലാൻ തുടങ്ങും. വിശുദ്ധിയുള്ള കുടുംബങ്ങളിലെ ബന്ധങ്ങൾ സുദൃഢമാവുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധിയുടെ കുറവ്. ഞാൻ വിചാരിച്ചു പൈസയ്ക്കാ വിലയെന്ന്. പൈസയേക്കാൾ വില വിശുദ്ധിക്കുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഞാൻ
ഇടവകയിലെ വികാരിയച്ഛൻ മാനന്തവാടി രൂപതയിലെ ഒരു അച്ഛൻ ഞങ്ങളുടെ അടുത്ത് വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛൻ എന്നെ ധ്യാനത്തിന് വിളിക്കാൻ വന്നതാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ കാര്യത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറയണം ഇടവകയിൽ, ആ ഒരു കാര്യമൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛന്റെ ഇടവകയിൽ ഒരു അറിയിപ്പ് നടത്തി. അതായത് നമ്മൾ മരിച്ചവരെ ഓർക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ, അത് 2 ആഴ്ച മുമ്പേ പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ സിമിത്തേരി അല്ല കല്ലറ വൃത്തിയാക്കണം, അവരവർ തന്നെ കല്ലറ വൃത്തിയാക്കണം. അച്ഛൻ 2 ആഴ്ച മുമ്പേ പറഞ്ഞിട്ടും ഒരു കുടുംബത്തിലെ സാമാന്യം സാമ്പത്തികമുള്ള ഒരു കുടുംബത്തിലെ ആ വീട്ടിലെ ആരും വന്ന് ആ കല്ലറ വൃത്തിയാക്കിയില്ല. അപ്പോൾ അച്ഛൻ ലാൻഡ് ഫോണിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല കേട്ടോ, നാളെയാണ് ദിവസം, നിങ്ങൾ മറന്നുപോയതാണെങ്കിൽ ഓർമ്മിപ്പിക്കാനാണ് വിളിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ശരിയച്ച ഞങ്ങൾ ഓർക്കൊണ്ട് വരുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ വന്നില്ല. പിറ്റേ ദിവസം അച്ഛൻ കുർബാനയ്ക്കായി അറിയിപ്പ് ഉള്ള ഡയറിയും ഒരു ബൈബിളും പിടിച്ചു പോകുമ്പോൾ അച്ഛൻ പെട്ടെന്നൊരു തോന്നില്ല, ആ കല്ലറ വിളിച്ചു പറഞ്ഞിട്ട് അവരുകാൻ വന്നോന്ന് അറിയാൻ വേണ്ടി സിമിത്തേരി കയറി പോയപ്പോണ്ട് ആ കല്ലറ വൃത്തിയല്ല, അങ്ങനെ തന്നെ കിടക്കുക, തൂത്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു KCY ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്ന കണ്ടിട്ട് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിടാ, ഒരു തുണി എടുത്തോണ്ട് വന്നേടാ, ഒരു പഴംതുണി എടുത്തോണ്ട് വന്നേടാ. ആ തുണി കൊണ്ടുപോയി ഒരു വെറുതെക്കാരൻ, ഒരു KCY ഒരു ചെറുക്കനാണ് ആ ഒരു മനുഷ്യന്റെ സിമിത്തേരി കല്ലറ വൃത്തിയാക്കിയത്. മക്കൾ എവിടെ പോയി? മക്കളും മകളുടെ ഭാര്യമാരും അവരൊക്കെ മക്കളും മരുമക്കളൊക്കെ എവിടെ പോയി? പണത്തിന് വിലയുണ്ടായിരുന്നെങ്കിൽ ഈ പണക്കാരന്റെ കല്ലറ തൂക്കാൻ അവർ വന്നേനെ. പണത്തിന് വിലയുണ്ട്, ജീവിച്ചിരിക്കുമ്പോ ഭയങ്കര വിലയാ. മരിച്ചു കഴിഞ്ഞാൽ വിലയുള്ളത്. വിശുദ്ധിയോടെ ജീവിച്ചാൽ മരിച്ചു കഴിഞ്ഞും ആ വ്യക്തിക്ക്, ആ കല്ലറയ്ക്ക് പോലും ഒരു വിലയുണ്ടായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന വിശുദ്ധിയെ കുറിച്ച്. വിശുദ്ധി, ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ വന്നിട്ട് പറയാണ്, എന്റെ ഭർത്താവിനോട് എനിക്ക് വെറുപ്പ്. ഭർത്താവ് കേരളത്തിന്റെ പുറത്ത് ഒരു ജോലിക്കാരനായിരുന്നു. അവിടെ തെറ്റായ ബന്ധത്തിലൂടെ എയ്ഡ്സ് രോഗം പിടിപെട്ടു. അയാൾ നാട്ടിലേക്ക് വന്നു. ഭാര്യയോട് ആ രോഗവിവരം പറഞ്ഞില്ല. അതിനുശേഷം ഇയാൾ ഈ ഭാര്യയ്ക്കും ഈ രോഗം കൊടുത്തു, എയ്ഡ്സ് രോഗം കൊടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സാർത്ഥം ഇയാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ആരോഗ്യ വകുപ്പ് വളരെ കെയർ ആയിട്ട് ഇയാളെ കൊണ്ടു നടക്കുകയാണ്. എയ്ഡ്സ് രോഗമാണ്, വളരെ ശ്രദ്ധിച്ച് ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ആശുപത്രി കിടക്കുമ്പോൾ ഭാര്യയാണ് കൂടെ നിന്ന് ചികിത്സിക്കുന്നത്. അപ്പോൾ ഈ രോഗം ബാധിച്ച പാവം ഭാര്യയോട് ഇയാൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട്, ഭാര്യയുടെ കയ്യെ പിടിച്ചിട്ട് ആശുപത്രി കിടക്കേന്ന് പറഞ്ഞു, എടീ നീ എന്നോട് ക്ഷമിക്കണം, എന്റെ രോഗം നിനക്കും ഉണ്ട്. ആ സ്ത്രീ അവിടെ തകർന്ന് തരിപ്പണമായി നേരെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി കരഞ്ഞോണ്ട് വീട്ടിൽ വന്ന ആങ്ങളയോട് പറഞ്ഞു, എനിക്കും ഈ രോഗം ഉണ്ടെന്നാ ആ മനുഷ്യൻ പറയുന്നേ. കേരളത്തിന്റെ പുറത്ത് ഒരു ആശുപത്രി കൊണ്ടുപോയി ബ്ലഡ് ചെക്ക് ചെയ്തു. ഇവിടെ എങ്ങാനും ചികിത്സിച്ചാൽ അന്നേരം ആരോഗ്യവകുപ്പ് ചാടി ഇടപെടും. ലൈറ്റ് വെച്ച ബോർഡ് വെച്ച വണ്ടി നമ്മുടെ വീട്ടുമുറ്റത്ത് വരും ഈ രോഗം ഉണ്ടെന്ന് അറിഞ്ഞാല്. അപ്പൊ നാണക്കേട് കൊണ്ട് കേരളത്തിന് ബ്ലഡ് ചെക്ക് ചെയ്തു, എയ്ഡ്സ് രോഗമുണ്ട്. അപ്പോൾ മുതൽ ഭർത്താവിനോട് വെറുപ്പായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭർത്താവ് ശ്വാസം വലിക്കാൻ പോലും പറ്റാതെ കിടന്നപ്പോൾ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ വിളിച്ചു പറഞ്ഞു, എടി നീ ഇവിടം വരെ ഒന്ന് വരണം, അവന് നിന്നെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരെ ഭാര്യ ഫോണിലൂടെ പറഞ്ഞു, ആ മനുഷ്യന്റെ മുഖം കാണുന്നത് എനിക്ക് വെറുപ്പാണെന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞു, പോയില്ല. കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും സീരിയസ് ആയി മരണത്തോട് അടുത്ത് കിടക്കുമ്പോ ഭർത്താവിന്റെ കുടുംബക്കാർ വിളിച്ചു പറഞ്ഞു, എടി നീ പഴയ വൈരാഗ്യം വെച്ചോണ്ടിരിക്കല്ലേ, നീ ഇവിടം വരെ വരണം. അവള് പറഞ്ഞു, എനിക്ക് വേണ്ട, മനുഷ്യനെ കാണണ്ട. ഭർത്താവ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മെലിഞ്ഞു വരിഞ്ഞു ഉണങ്ങി മരിച്ചുപോയപ്പോൾ വിളിച്ചു പറഞ്ഞു, അവൻ മരിച്ചു കേട്ടോ, ശവോടെ കാണും, നീ വരണം. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ആ മനുഷ്യൻ മരിച്ചു പെട്ടിക്കകത്ത് കിടക്കുന്ന മുഖം പോലും കാണുന്നത് എനിക്ക് വെറുപ്പും അറപ്പുമാണ്. എന്റെ ജീവിതം തകർത്ത മനുഷ്യൻ. ഇത്രയും അറപ്പും വെറുപ്പും ഭർത്താവിനോട് തോന്നാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, എഡ്യൂക്കേഷൻ കുറഞ്ഞത് കൊണ്ടല്ല, വിശുദ്ധിയുടെ കുറവ് കുടുംബത്തിൽ വന്നതുകൊണ്ടാ. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നമ്മൾ ആരും വലിയ വില കൊടുക്കാത്ത ഒരു കാര്യമാണ് വിശുദ്ധി. ശ്രദ്ധിച്ചേ, വിശുദ്ധിയുടെ കുറവ് നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. കണ്ണിന്റെ വിശുദ്ധി, ശരീരത്തിന്റെ വിശുദ്ധി. നമ്മുടെ കുഞ്ഞു മക്കൾക്ക് മൊബൈൽ വരെ കൈകാര്യം ചെയ്യാൻ അറിയാം. പുതിയതായിട്ട് ഹുണ്ടായുടെ ഒരു കാർ ഇറങ്ങിയാൽ അതിന്റെ മൈലേജ് അടക്കം അതിന്റെ മുഴുവൻ സ്പെഷ്യാലിറ്റീസും പിള്ളേർക്ക് അറിയാം. പക്ഷെ എന്തറിയത്തില്ല, സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല. മാതാപിതാക്കൾ അത് പറഞ്ഞു കൊടുത്തിട്ടുമില്ല.
ഏത് മാതാപിതാക്കളാ മക്കളോട് വിശുദ്ധിയിൽ വളരാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ള? ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിന്ന് പറ. മക്കളോട് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല പഠിക്കടി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറാവണം, എഞ്ചിനീയർ ആകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പൈസ ഉണ്ടാക്കുന്ന ഒരു ജോലി ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വന്തം കാലം നിൽക്കാൻ പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധിയിൽ വളർന്നു വരണം എന്ന് എത്ര പേര് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? വിശുദ്ധിയിൽ വളരാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്തതിന്റെ പരാജയത്തിന്റെ ദുഃഖമാണ് നമ്മുടെ പലരുടെയും മുഖത്തും കുടുംബത്തിലും ഉള്ളത്. വിശുദ്ധിയിൽ പൗലോസ്ലീഹ പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളുടെ ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും വൃത്തിയായി സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ നന്നായിട്ട് അറിയണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. വിശുദ്ധി ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മുടെ കുടുംബങ്ങളിൽ പറ്റുന്നൊരു തെറ്റാ. 15 വയസ്സ് തൊട്ട് ഒരു 10-26 വയസ്സ് വരെ ഒരു പ്രത്യേക ജീവിതമാണ്. 15 വയസ്സ് തൊട്ട് ഏകദേശം പറയുന്നേ, കല്യാണം കഴിക്കുന്നവരെ തോന്നിപോലൊരു ജീവിതം നയിക്കും. കാണണ്ടാത്തതെല്ലാം കാണും, കേൾക്കണ്ടാത്തത് കേൾക്കും. തെറ്റായ ബന്ധങ്ങൾ, മദ്യപാനം, ലഹരി, വീടിവലി, സിഗരറ്റ് വലി. എന്നിട്ട് 10-26 വയസ്സാകുമ്പോ ഏതേലും പെൺകുട്ടിയെ പോയി കല്യാണം കഴിക്കും. ആളുകൾ വിചാരിച്ചോണ്ടിരിക്കുന്ന 15 വയസ്സ് വരെ 25 വയസ്സ് വരെ ഉഴപ്പാനുള്ള പ്രായമാണെന്നാണ്. അല്ല, അത് വിശുദ്ധിയിൽ വളരാനുള്ള പ്രായമാണ്. 15 മുതൽ 25 വരെ അത് ഉഴപ്പാനുള്ള പ്രായമല്ല, വലിക്കാനും കുടിക്കാനും വഴി കിടക്കാനുള്ള പ്രായമല്ല. വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും വളരാനുള്ള പ്രായമാണ്. ശ്രദ്ധിച്ചേ, അതുകൊണ്ട് എന്നാ പറ്റിയേ? 26 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കുന്നു. അയാൾ കല്യാണം കഴിക്കുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ, അയാളുടെ ശരീരത്തിന്റെ അവസ്ഥ വിശുദ്ധിയില്ല. അയാൾ മദ്യപിക്കുന്നയാളാണ്, ബീഡി വലിക്കുന്ന ആളാണ്, തെറ്റായ ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, അശുദ്ധിയിൽ ജീവിച്ച ആളാണ്. അയാൾ ഉടനെ കല്യാണം കഴിക്കുന്നു. കുറച്ചു നേരത്തേക്ക് മാന്യനായി വിശുദ്ധനായിട്ട് കല്യാണം കഴിക്കുന്നു. 1 വർഷം കഴിയുമ്പോൾ ഇയാളിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആരിൽ നിന്ന്? ഇയാൾ ഏത് അവസ്ഥയിലാണോ ഈ കുഞ്ഞിന് ജന്മം കൊടുത്തത് അതേ അവസ്ഥയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു. ആ കുഞ്ഞ് 10ാം ക്ലാസ് +2 വരെ ഒരു കുഴപ്പക്കാരനായിരിക്കില്ല. ആ കുട്ടി ഒരു നിങ്ങൾ ഇരിക്കാൻ പറയുന്നിടത്ത് ഇരിക്കും, പോടാ പള്ളിയിൽ പോടാന്ന് പറയുന്നത് പോകും, നിങ്ങൾ പറയുന്ന പോലെ അനുസരിക്കും. ഇത് +2 വരെ. +2 കഴിഞ്ഞൊരു നിശ്ചിത പ്രായം കഴിയുമ്പോഴോ ഏതവസ്ഥയിലാണോ ഈ കുഞ്ഞിന് ജന്മം കൊടുത്ത് അതിന്റെ ഡബിൾ സ്വഭാവം ഈ കൊച്ച് ഇങ്ങോട്ട് കാണിക്കാൻ തുടങ്ങും. നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരാജയത്തിന് കാരണമാണ്. മക്കള് തലവേദനയാകാനുള്ള കാരണം ഇതാ. ഇനി മാതാപിതാക്കൾ ആകാൻ ആഗ്രഹമുള്ളവരും ഒരുങ്ങിക്കൊണ്ടിരിക്കും. ശ്രദ്ധിച്ചോ, നിങ്ങളുടെ മക്കൾ കുടുംബത്തിനും നിങ്ങൾക്കൊരു അനുഗ്രഹം ആകണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വിശുദ്ധിയിൽ ജന്മം കൊടുക്കണം. വിശുദ്ധിയിൽ ജന്മം കൊടുത്തില്ലെങ്കിൽ ആ സ്വഭാവം തിരിച്ചു കാണിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. വിശുദ്ധിക്ക് ഒരു വിലയുണ്ട്. വിശുദ്ധിയില്ലാത്ത കുടുംബങ്ങളിൽ ഒരു പ്രശ്നമുണ്ട്. പിശാച് ഒഴിഞ്ഞു പോവുകയല്ല. ചപ്പും ചവറും കൂട്ടിക്കിടക്കുന്നിടത്ത് പാമ്പും പഴുതാരം കയറി ഇരിക്കുന്നു പറയല്ലേ, അതുപോലെയാ. വിശുദ്ധിയില്ലാത്തൊരു ബന്ധം ഉണ്ടെങ്കിൽ പിശാച് അള്ളിപ്പിടിച്ചിരിക്കും, മരത്തേൽ ഇത്തിൽ കണ്ണി ഇരിക്കുന്ന പോലെ. പിശാച് നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ ഉപയോഗിച്ച അതേ പോളിസി ഉപയോഗിക്കും. എന്ത് പോളിസി ഉപയോഗിച്ചേ? ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയാണ്. അതിന്റെ മലയാളം ഇന്ത്യയെ കൊണ്ട് ഒരു ബോംബിടുവല്ല ബ്രിട്ടീഷുകാർ ചെയ്ത്, ഇന്ത്യക്കാരെ തമ്മിൽ അങ്ങോട്ട് അടുപ്പിച്ചു. നമ്മുടെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി പിശാച് ഉപയോഗിക്കുന്നത് ഒരു വഴിയാണ്, നമ്മളെ തമ്മിൽ അടുപ്പിക്കും. ഒരു വീട്ടിലുള്ളവരെ തമ്മിൽ അടുപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാക്കി മാറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ പാകപ്പിഴ സംഭവിച്ചത് അവിടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ദൈവം ഏറ്റെടുക്കും. നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം. ഇനി ശ്രദ്ധിച്ച്, നമ്മൾ മഴ വരുമ്പോ നമ്മൾ എന്തിനാ കൊടയെടുക്കുന്നേ? മഴ വരുമ്പോൾ എന്തിനാ കൊടയെടുക്കുന്നേ? അതറിയാലോ. മഴയെ നിർത്താൻ വേണ്ടിയാണോ നമ്മൾ കൊടയെടുക്കുന്നത്? ഞാൻ എന്തിനാ കുമ്പസാരിക്കുന്നത്? ഞാൻ എന്തിനാ പള്ളിയിൽ പോകുന്നത്? ഞാൻ എന്തിനാ കുടുംബ പ്രാർത്ഥന നടത്തുന്നത്? ഞാൻ എന്തിനാ ദൈവത്തോട് ചേർന്നിരിക്കുന്നത്? ഞാൻ എന്തിനാ കൊടയെടുക്കുന്നത്? ഞാൻ കൊടയെടുക്കുന്നത് മഴയെ നിർത്താനല്ല. മഴ പെയ്തോട്ടെ, പക്ഷെ ഞാൻ നനയാതിരിക്കാനാണ്. ബൈക്ക് ഓടിക്കുന്ന ഞാൻ എന്തിനാ ഹെൽമെറ്റ് വയ്ക്കുന്നേ?
അപകടമുണ്ടാകാതിരിക്കാനല്ല, അപകടമുണ്ടായാലും എനിക്ക് പരിക്ക് പറ്റാതിരിക്കാനാണ്. ശ്രദ്ധിച്ചേ, അതുപോലെ തന്നെയാണ് നമ്മൾ എന്തിനാ പാപം ഏറ്റു പറയുന്നത്? നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കാൻ. ഞാൻ എന്തിനാ എന്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നത്? എന്റെ മക്കൾ അഭിവൃദ്ധിപ്പെട്ടു വരാൻ. ശ്രദ്ധിച്ചേ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും പറയും ലോകം വളർന്നു. അമേരിക്കയിൽ ഒരു സംഭവം ഉണ്ടായാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഫോണിൽ നമുക്ക് അറിയാൻ പറ്റും ലോകം വളർന്നു. ലോകം വളർന്നുകൊണ്ടിരിക്കുക. ഇന്ന് ആളാം വീതം വണ്ടിയായി. പണ്ട് നമ്മുടെ പള്ളിയിൽ ആകെ 2 കാറേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ആളാം വീതം മുറ്റത്ത് മുഴുവൻ കാറാ. ഒരു ഫൊറോന പള്ളിയിൽ കാർ എന്തേരം ഉണ്ടോ അത്രയും കാർ നമ്മുടെ പള്ളിമുറ്റത്തും ആയി. എല്ലാവർക്കും ആളാം വീതം കാറായി. ലോകം വളർന്നു. ലോകം വളർന്നിട്ടില്ല. ലോകം വളർന്നെങ്കിൽ മദ്യപാനം കൂടിയോ കുറഞ്ഞോ? കൂടി. വ്യഭിചാരം കൂടിയോ കുറഞ്ഞോ? കൂടി. നിങ്ങൾ പറഞ്ഞില്ലേലും പറയാം, മദ്യപാനം കൂടി, വ്യഭിചാരം കൂടി, തെറ്റായ ബന്ധങ്ങൾ കൂടി. ലോകം വളരുകയല്ല, വളരുന്നതിന്റെ ഡബിളായി താഴേക്ക് ഇരിക്കുക ചെയ്യുന്നത്. താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക. വ്യഭിചാരം കൂടി. അതാണ് ബൈബിൾ ഒരു വചനമുണ്ട്. അതായത് വ്യഭിചാരത്തിന്റെ ദുർഭൂതം മനുഷ്യനിൽ ഈ അള്ളിപ്പിടിച്ചിരിക്കുക. ഈ വ്യഭിചാരത്തിന്റെ ദുർഭൂതം വന്ന ഒരു പ്രത്യേകതയുണ്ട്. നാണവും മാനവും പോകും. വ്യഭിചാരത്തിന്റെ ദുർഭൂതം കേറി പിടിച്ചാൽ ബൈബിൾ ഒരു വാക്യ പ്രഭാഷകൻ 23:16 ശ്രദ്ധിച്ചു കേൾക്കുന്നു. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. അടുത്ത് ശ്രദ്ധിച്ചേ, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിക്കുന്നതുവരെ ആ തീ കെടുകയില്ല. വ്യഭിചാരത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുക. വ്യഭിചാരത്തിന്റെ ഒരു ദുർഭൂതം ആളുന്ന തീ പോലെയാ. ഉണങ്ങിക്കിടക്കുന്ന കരികയിലേക്ക് തീ കൊടുക്കുന്ന പോലെയാ. നിന്നങ്ങോട്ട് കത്തും. എത്ര നാൾ? ആ കാട് നശിക്കുന്നത് വരെ ആ തീ കത്തുന്ന് പറഞ്ഞതുപോലെ ഒരു വ്യക്തിയിൽ ഇങ്ങനെ ആസക്തികളുടെ, ദുശീലങ്ങളുടെ, വ്യഭിചാരത്തിന്റെ ദുർഭൂതം കയറി പിടിച്ചാൽ ആ വ്യക്തി, ആ കുടുംബം നശിക്കുന്നത് വരെ ആ തിന്മ ആ കുടുംബത്തിൽ ആളിക്കത്തും. വ്യക്തിയെ നശിപ്പിക്കുന്നത് വരെ ആ തീ അടങ്ങത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ ശ്രദ്ധിച്ചേ, നമ്മളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമെന്ന് ദൈവത്തിന്റെ ആഗ്രഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവവചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം, ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം പഠിപ്പിക്കുകയാണ്. അനർത്ഥങ്ങൾ, ശ്രദ്ധിച്ചു കേൾക്കണേ, അനർത്ഥങ്ങൾ ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല, കഷ്ടത ഉടലെടുക്കുന്നത് നിലത്തു നിന്നുമല്ല. ഒന്നും കൂടെ കേൾക്കാം, അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കോ. അതായത് അനർത്ഥങ്ങൾ സംഭവിക്കുന്നത് ഇതാ മണ്ണിലെ പൊടിയെന്നല്ല. എനിക്ക് എന്നും കഷ്ടകാലമാ, എനിക്ക് എന്നും ദുഃഖമാ, എന്റെ കുടുംബത്തിൽ എന്നും തകർച്ചയാ, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷമില്ല. ഇത് ഉത്ഭവിക്കുന്നത് പൊടിയിൽ നിന്നല്ല. അനർത്ഥങ്ങൾ, കഷ്ടകാലം, ബുദ്ധിമുട്ട്, കണ്ണുനീര് ഉടലെടുക്കുന്നത് പൊടിയിൽ നിന്നുമല്ല. വചനം പഠിപ്പിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 13:13 നീ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം നാശം വിതച്ചുകൊണ്ട് പിശാച് നിന്റെ കൂടെ നിൽക്കുന്നു. ഞാനൊരു ഇന്റർവ്യൂവിന് പോയാലും, പാപമുള്ളൊരു വ്യക്തി ഇന്റർവ്യൂവിന് പോയാൽ അവിടെ നാശം വിതയ്ക്കും. പാപമുള്ളൊരു വ്യക്തി ബിസിനസ് നടത്തിയാൽ ആ വ്യക്തി ആ ബിസിനസ് കൊണ്ട് വിജയിക്കത്തില്ല. പാപമുള്ളൊരു വ്യക്തി നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള ഒരാളാണേലും ബുദ്ധി നശിച്ചു പോകും. പാപമുള്ള വ്യക്തി കുടുംബജീവിതത്തിൽ പരാജയപ്പെടുന്നു. പാപത്തെ കുറിച്ച് അനുതപിച്ചാലോ? ബൈബിൾ പഠിപ്പിക്കുന്നു, പാപം ഏറ്റുപറയുന്ന സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ കൃപ മഴ പോലെ പെയ്തിറങ്ങുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവവചനത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവാ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, പാപം. ഈ പാപം ഒരു വ്യക്തിയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഫിലിമിൽ കാണില്ലേ ഒരു വില്ലൻ കഥാപാത്രം, ഏത് സിനിമ കണ്ടാലും അതിനകത്തൊരു വില്ലൻ കഥാപാത്രം ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ പറയാത്ത രഹസ്യ പാപങ്ങളുണ്ട്. രഹസ്യമായി നമ്മൾ ഒതുക്കി വച്ചിരിക്കുക ഉള്ളിൻ്റെ ഉള്ളിൽ, ഒരാൾക്കും അത് അറിയത്തില്ല. ഈ രഹസ്യ പാപങ്ങൾ നമ്മൾ എവിടെ പോയി എന്നാ ചെയ്താലും ഈ വില്ലൻ കഥാപാത്രം പോലെ നമ്മുടെ പുറകെ നിൽക്കും.
എവിടെ ചെന്ന് ചിലർ പറയില്ലേ, സ്ഥലം വിൽക്കാൻ തടസ്സം, വീട് വെക്കാൻ തടസ്സം, ഒരു നല്ല പഠിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത എല്ലാത്തിനും തടസ്സമാണ്. എന്നാ ഈ തടസ്സത്തിന്റെ കാരണം? ചില വ്യക്തികളിൽ രഹസ്യ പാപങ്ങളുണ്ട്. ഇന്നുവരെ അത് ഏറ്റു പറഞ്ഞിട്ടില്ല. ഇന്നുവരെ ഞാൻ അത് ആരോടും അതിനെക്കുറിച്ച് അനുദപിച്ചിട്ടില്ല, ഞാൻ അതിനെ ഉപേക്ഷിച്ചിട്ടില്ല. ചില പാപങ്ങൾ അല്ല, ചില രഹസ്യ പാപങ്ങൾ ഞാൻ എവിടെ രക്ഷപ്പെടാൻ നോക്കിയാലും എന്നെ പിടിച്ച് താഴോട്ട് വലിക്കും. രഹസ്യപാപങ്ങൾ വില്ലൻ കഥാപാത്രം പോലെ നമ്മുടെ ചുറ്റും നമുക്കെന്നും ഒരു ഭീഷണി മുഴക്കിക്കൊണ്ട് നമ്മുടെ ഒപ്പം നിൽക്കും. വില്ലൻ കഥാപാത്രം പോലെ ചില പാപങ്ങൾ. എന്നാൽ നമ്മുടെ ചില പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ചാൽ ദൈവം നമ്മൾ എന്തു ചെയ്യുമ്പോഴും ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ഞാനൊരു വീട് പണിയുമ്പോൾ എന്നിൽ പാപമില്ല, ഞാൻ വിശുദ്ധിയോടെ ഒരു വീട് പണിയുന്നെങ്കിൽ ആ വീട് പണി ദൈവം ഏറ്റെടുക്കും. ഒരു പൈസ പോലും ഇല്ലാതെ എന്റെ കൊച്ചിന്റെ കല്യാണം നടത്താൻ ഒരു ചേട്ടൻ പറഞ്ഞു, അങ്ങനെയാ അച്ഛാ, ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, എന്റെ പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് എന്റെ ദൈവത്തോട് പറഞ്ഞ വിശുദ്ധിയിൽ നിന്നു. എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കാൻ പൈസയൊന്നും എന്റെ കയ്യിലില്ലായിരുന്നു, പക്ഷേ ഞാൻ വിശുദ്ധിയോടെ നിന്നതുകൊണ്ട് എന്റെ കൊച്ചിന്റെ കല്യാണത്തിന് ഒരു കുറവും വന്നില്ല. ഒരു രാജാവിന്റെ മകളുടെ കല്യാണം നടത്തുന്നത് എങ്ങനെയാണോ അതുപോലെ നടത്താൻ ദൈവം എന്നെ സഹായിച്ചു. ശ്രദ്ധിച്ചേ, നമ്മൾ വിശുദ്ധിയോടെ നിന്നാൽ നമ്മൾ എന്തു ചെയ്യുമ്പോഴും ദൈവം നമ്മുടെ കൂടെ നിൽക്കും. നമ്മളിൽ പാപം ഉണ്ടെങ്കിലോ നമ്മൾ എന്തു ചെയ്യുമ്പോഴും വില്ലൻ കഥാപാത്രം പോലെ ഇവൻ നമ്മളെ തകർക്കാൻ വേണ്ടി ഒപ്പം നിൽക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം ജോബിന്റെ പുസ്തകം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം പറഞ്ഞത്. പ്രഭാഷകന്റെ പുസ്തകം 13:13, നീ പോകുന്ന വഴിയിലെല്ലാം നാശം വിതച്ചുകൊണ്ട് ഈ പിശാച് നിന്റെ കൂടെ നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ പലരും പല സ്ഥലങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നത്. നമ്മൾ കഴിവില്ലാത്തോണ്ടല്ല, വില്ലൻ കഥാപാത്രം പോലെ നമുക്ക് ചുറ്റും ചില പാപങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ട്. ശ്രദ്ധിച്ചേ, പാപവും രോഗവും കേട്ടിട്ടുണ്ട് നിങ്ങൾ. എല്ലാ രോഗവും പാപത്തിന്റെ പരിണിത ഫലമല്ല. എന്നാൽ ചില രോഗങ്ങൾക്കുള്ള മരുന്ന് നമ്മുടെ പാപം ഏറ്റുപറഞ്ഞാൽ മതി, അത് രോഗസുഖമാവും. ശ്രദ്ധിച്ചേ, ഈശോയുടെ അടുത്തേക്ക് ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്നു. തളർവാദ രോഗി മുഴുവൻ തളർന്നിരിക്കുന്ന ആളാണ്. ഈശോ തളർവാദി രോഗിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒന്നിങ്ങനെ ചോദിച്ചില്ല, നീ എന്നാ മരുന്ന് കഴിക്കാഞ്ഞേ ചോദിച്ചില്ല. നീ നല്ലൊരു വൈദ്യനെ കൊണ്ടേ കാണിക്കാൻ പാടില്ലായിരുന്നോ? ഇത്രയും നാൾ എന്നാ വച്ചോണ്ടിരുന്നേ? ഇതാരെയും കാണിച്ചിട്ടില്ലേ? മരുന്ന് കഴിക്കാറോ? ഇതൊന്നും ചോദിച്ചില്ല. തളർവാദ രോഗിയോട് ഈശോ പറഞ്ഞു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഇത് പറഞ്ഞപ്പോ തന്നെ പാപത്തോട് ചേർന്നിരുന്ന ആ രോഗം ആ വ്യക്തിയിൽ നിന്ന് വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ട്. ഇന്ന് രോഗം കൂടുതലാണ്, അതുകൊണ്ട് ആശുപത്രികൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരാശുപത്രിയിലും ആളില്ലാത്തില്ല, എല്ലാ ക്ലിനിക്കിൽ ഒരേ ആൾക്കാരാ. ഡോക്ടർമാർക്കൊക്കെ നല്ല കാലമാണ്. ഏതാൾക്കാർക്ക് ഒന്നും പേടിക്കാൻ, ഒരു ക്ലിനിക്ക് ഇട്ടാലും അവിടെ പിടിച്ചു നിൽക്കാം, പൈസ കിട്ടും. കാരണം എല്ലാരും രോഗികളാ. എന്താ ഇങ്ങനെ രോഗം ഉണ്ടാകാൻ കാരണം? ശ്രദ്ധിച്ചു, എല്ലാ രോഗത്തിന്റെ കാരണമല്ല. എന്റെ ശരീരത്തിന്, എന്റെ ഈ ശരീരത്തിന് എന്തൊക്കെയുണ്ട്? എനിക്ക് ഒരു ശരീരവുമുണ്ട്, ഇതിന്റെ അകത്തൊരാത്മാവും ഉണ്ട്. എനിക്കൊരു ശരീരവും ഉണ്ട്, ഒരാത്മാവുണ്ട്. ഞാൻ മരിക്കുന്നു. ഞാൻ മരിച്ചാൽ എന്റെ ഈ ശരീരം കൊണ്ടുപോയി മണ്ണിനകത്തിടും. കാരണം ഈ ശരീരം എടുത്തത് മണ്ണിൽ നിന്നാണ്. എന്നാൽ ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് മണ്ണിനകത്ത് കുഴിച്ചിട്ടില്ല. ആത്മാവ് എങ്ങോട്ട് പോകും? ആത്മാവ് ഇതെവിടുന്നാണോ വന്നേ ആ ദാതാവിന്റെ അടുക്കിലേക്ക് പോകും. ആത്മാവ് ദാതാവിന്റെ അടുത്തേക്കും ഈ ശരീരം മണ്ണിലേക്കും. ഈ ശരീരത്തിനൊരു പ്രത്യേകതയുണ്ട്. ശ്രദ്ധിച്ചേ, ശരീരത്തിന്റെ പ്രത്യേകത, ഈ ശരീരത്തിന് ഒരു 50-55 വയസ്സ് വരെ സുഖം തരാനുള്ള കഴിവുണ്ട്. എന്റെ ശരീരത്തിനും നിങ്ങളുടെ ശരീരത്തിനും ഏകദേശം 50-55 വയസ്സ് വരെ സുഖം മാത്രമേ തരത്തുള്ളൂ. സുഖം തരുന്ന കാലത്ത് ഈ ശരീരം കൊണ്ട് ഞാൻ തെറ്റ് ചെയ്തു കൂട്ടിയാൽ, ഞാൻ അശുദ്ധമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാൽ, അതിനെക്കുറിച്ച് അനുദപിക്കാതെ ഏറ്റുപറയാതിരുന്നാൽ, ശ്രദ്ധിച്ചേ, ഈ ശരീരത്തിൽ ഒരു 55 വയസ്സങ്ങ് കഴിയുമ്പോ തൊട്ട് ചക്കപ്പഴം വെട്ടിവെച്ചാൽ ചക്കപ്പഴത്തിൽ ഈച്ച എടുക്കുന്നത് പോലെ നാനാ ദിക്കുകളിൽ നിന്ന് രോഗം വന്ന് അങ്ങ് പറ്റിയിരിക്കും.
ഒരു ഭക്ഷണവും ഇപ്പൊ കഴിക്കത്തില്ല. ചായക്ക് പഞ്ചസാര പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല. ഒരു ഭക്ഷണവും കഴിക്കാൻ, ഒന്ന് കഴിക്കുമ്പോൾ ഒന്നും ശരിയാവില്ല, ഒന്നും ശരിയാവുന്നില്ല. ഞാൻ ഇത്രയും നാൾ അങ്ങനെയല്ലായിരുന്നു. എനിക്ക് നല്ല ശരീരം, സുഖം മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ ഇതേ ശരീരം സുഖം തരുന്ന സമയത്ത് അശുദ്ധമായ